NH-66 ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന തരംതാണ പ്രസ്താവന ആയിപ്പോയെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണ് ഒരു ജനാധിപത്യ മര്യാദയെന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേരെ വിളിക്കണം എന്നൊക്കെ ഉള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല. BJPയും കേന്ദ്ര സർക്കാരും നടത്തുന്ന രാഷ്ട്രീയ അല്പത്തരങ്ങൾക്കുള്ള മറുപടി ഈ നാട് തന്നെ നൽകും എന്ന കാര്യത്തിലും സംശയമില്ല. കേരളത്തിലെ ദേശീയപാത വികസനം തടസ്സപ്പെടുത്തുവാൻ BJPയും കോൺഗ്രസും ഒളിഞ്ഞും തെളിഞ്ഞും കൂട്ടുനിന്ന ചരിത്രം ആരും മറന്നിട്ടില്ല. UDF ഭരണകാലത്ത് തീർത്തും സ്തംഭിച്ചുപോയ ഒരു പദ്ധതിയാണിത്. അത് മരണശ്വാസം വലിച്ചു കിടന്ന ദേശീയപാത വികസനത്തിന് ജീവൻ നൽകിയത് LDF സർക്കാരാണ്. 6000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി വിട്ടുകൊടുത്തു. കീഴാറ്റൂരിലും മറ്റും BJPയും കോൺഗ്രസും കപട പരിസ്ഥിതിവാദികളും ചേർന്ന് വികസനം മുടക്കുവാൻ നോക്കിയപ്പോൾ അതിനെ അതിജീവിച്ച് ഇന്ന് കാണുന്ന മാറ്റമുണ്ടായത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ മരുമകൻ എന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ ചിലർ വിളിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം നിങ്ങൾക്കറിയാവും. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ഫറൂഖ് കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് റെപ്രസെന്റേറ്റീവായി. 1994 കോളേജ് യൂണിറ്റ് പ്രസിഡന്റായി. 1996-97 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലറും പിന്നീട് യൂണിയൻ ഭാരവാഹിയുമായി. DYFയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹി എന്നീ നിലയിൽ പ്രവർത്തിച്ചു. 2017 അഖിലേന്ത്യാ DYFയുടെ പ്രസിഡന്റായി. 2021 ബേപ്പൂരിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലെത്തിയത്. ഈ ചരിത്രം, ഇതുപോലുള്ള ഒരു ചരിത്രം ശ്രീ രാജീവ് ചന്ദ്രശേഖരന് പറയാനുണ്ടോ എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. അങ്ങില്ലെങ്കിൽ വ്യക്തമാക്കണം. ഇതൊന്നും ഏതെങ്കിലും മിസ് കോളിന്റെ അടിച്ച BJP എടുത്ത പോലെ എളുപ്പമുള്ള കാര്യമല്ല. മിസ്ഡ് കോൾ അടിച്ച് BJP മെമ്പർഷിപ്പ് എടുക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കഠിനാധ്വാനത്തിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കെട്ടിപ്പടുത്തതാണ് ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. 2023 മന്ത്രി റിയാസ് ഇവണെ വിവാഹം കഴിക്കുന്നത്. അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹത്തെ മരുമോൻ എന്ന് ആക്ഷേപ രീതിയിൽ വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. കേരളത്തിലെ വീടുകളിൽ മരുമോൻ എന്നത് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കപ്പെടുന്ന ഒരു പദവിയാണ്. ചില വീടുകളിൽ മാത്രം അത് പ്രശ്നമായിരിക്കും. എൻ്റെ ഈ ചരിത്രമൊക്കെ അറിയാവുന്നവർക്ക് അറിയാം ഏതൊക്കെ വീടുകളിലാണ്. ആ ശീലം രാജീവ് ചന്ദ്രശേഖരും BJPക്കും ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേരെ ക്ഷണിക്കാമോ എന്ന് ചോദിക്കുന്ന BJP നേതാവ് ഒരു കാര്യം വ്യക്തമാക്കണം. 2 പേരും യോഗ്യതയുള്ളവരല്ലേ? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണല്ലോ റിയാസ്. ഓടുപൊത്തി ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. റിയാസിന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണഗതിയിലുള്ള പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടതല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ ആ സ്റ്റേജിൽ കയറിയിരുന്നത് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാണുന്ന സ്റ്റേജിലൊക്കെ കയറിയിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെ ഒരു എക്സംഷൻ ഇന്ത്യ രാജ്യത്ത് നൽകിയിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ CPMന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും അടക്കം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെയും വേദിയിൽ ഇരുത്തണ്ടേ? രാജീവ് ചന്ദ്രശേഖരന് മാത്രം 2 കൊമ്പുണ്ടോ? എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി സ്റ്റേജിൽ ഇരുന്ന ശേഷം
യോഗ്യതയോടെ പുറത്താക്കിയ ശേഷം അനാവശ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിമർശനം കൊണ്ടുവരികയാണ്. ഉദാഹരണം, BJPയുടെ ദേശീയ ICC അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ്. അതിൽ തലപ്പത്ത് ജയ്ഷാ ഉണ്ടല്ലോ. അമിത്ഷായും ജയ്ഷായും കൂടെ ഒരു വേദിയിലല്ലേ ഇരിക്കുന്നത്. അതിനെപ്പറ്റി എന്താ ഒന്നും പറയാത്തത്? അതിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അന്ന് പിന്നെ ഈ സ്ഥാനം ഉള്ളതും കൂടെ പോവും. ഇവിടെ റിയാസ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്, പദവിയിലുള്ള ആളാണ്. നിങ്ങൾ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതല്ല റിയാസിന്റെ യോഗ്യതയാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത്. അദ്ദേഹം മന്ത്രിയാണ്. സംസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള ഒരു വകുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ പുറകെ ഇപ്പോൾ ഇരിക്കാനുള്ള യോഗ്യത രാജീവ് ചന്ദ്രശേഖരനുള്ളൂ. ഈ മരുമകൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുന്ന സംസ്ഥാന മന്ത്രിയെ മരുമകൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനോട് എനിക്കൊരു ചോദ്യമുള്ളത്, നിങ്ങളുടെ പൊതുപ്രവർത്തന പാരമ്പര്യം എന്താണ്? കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നാലും അവർക്കൊരു പൊതുപ്രവർത്തന പാരമ്പര്യം. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കാതെ വസ്തുതകൾ സംസാരിക്കാൻ BJP തയ്യാറാവുക. ഇപ്പം നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് ഒരു നിലവിലുള്ള MLAക്കെതിരായിട്ട് ഒരു വിചാരണ നടത്തി, കുറ്റവിചാരണ. കുറേ ഉദ്ഘാടനങ്ങളെ സംബന്ധിച്ചവരെടുത്ത് വായിച്ചു, കുറേ പ്രോജക്റ്റ്, പകുതിയിലധികം വരുന്ന പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തതാണ്. അവിടെ ആരോ എഴുതി കൊടുത്ത് വായിച്ചതാണ്. എന്ന് മാത്രമല്ല, ഞാൻ പിന്നെ നിയമമണ്ഡലത്തിൽ രാജഗോപാൽ സാറ് MLA ആയിരുന്ന 5 വർഷവും അതിനുശേഷം ഞാനിപ്പോൾ MLA ആയ 5 വർഷക്കാലവും നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി ശ്രീ രാജീവ് ചന്ദ്രശേഖരനുമായി ഒരു ഡിബേറ്റ് നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അതിൻ്റെ എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം. അങ്ങയുമായിട്ട് പരസ്യമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി, നല്ല മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാണ്. നമുക്ക് നമ്മുടെ ആ മണ്ഡലത്തിലുള്ള ജനങ്ങളെ കൂടി വിളിച്ചു ചേർക്കാം. നിയമമണ്ഡലത്തിൽ 900 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ അവർ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പറയുന്നുണ്ടായി. ഈ നിലയിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ LDFനെ ഒരിക്കലും തള്ളിക്കളയാൻ യാതൊരു സാധ്യതയില്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രഹസ്യമറ്റ് ഞങ്ങൾ വെക്കുന്നതല്ല. അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ആക്ഷേപസ്വരത്തിലുള്ള വെല്ലുവിളി അത് പിൻവലിക്കണം. അതാണ് ജനാധിപത്യത്തിന്റെ പോഷണം.